അഭിനയമാണ്. But she rejects that. Said she knew the ways just like her mother did from way back. ഗുണ്ടാ തലവൻ കാക്ക സൈജുവിന്റെ നിന്റെ പേരെന്താന്ന് പറഞ്ഞ? കാക്ക സൈജുവിന്റെ എന്തുള്ള പേരാണത്? കാക്ക സൈജുവിന്റെ കൈവെട്ടിയ വീരനായകൻ. ആരാത്? ഗോപൻ ഗുണ്ട. ഗോതമ്പുണ്ടയോ? ഗോതമ്പുണ്ടല്ലോ, ഗോപൻ ഗുണ്ട. അങ്ങനെ വിശേഷണങ്ങൾ ഏറെയാണ് ഈ പുതുതലമുറയിലെ കുട്ടി നേതാക്കൾ. വെറുതെ ചിരിപ്പിക്കരുത്. ഫ്ലാഷ് ബാക്ക്. എടാ അപ്പു, സംഭവം കലിപ്പാണ് കേട്ടാ. ആ സാമൂൽ മത്തായുടെ കൊട്ടേഷനാണ് കാക്ക സൈജുവിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങളെ കൂട്ടുകാരെ ഇപ്പോഴും കാക്ക സൈജുവിന്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട്. കക്ഷി ആരാ? അത് ഒരവതാരമാ. ഭർത്താവ് ഈ കുരിശായിരുന്നോ? എന്താ ഒരു അഭിനയം! ഭാരത് ഗോപി മാറി നിൽക്കും. ആള് കൊള്ളാലോടെ. അല്ല സ്വാമി, എന്താ ഒരു സ്റ്റൈല് മാറ്റം? നിക്കാനുള്ള ത്രാണികളും പയലിനില്ലല്ലോടെ. ഏത് മനുഷ്യനാ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്ത? കിടക്കാൻ വേണ്ടി വെച്ച് പെടുക്കാൻ പോലും ആവതില്ലാത്തവനാണ് നമ്മ അവന്റെ അമ്മയുടെ നാര ഒരു അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. അങ്ങ് കൊല്ലട്ടെ. നിന്റെ ശൗര്യൊക്കെ പോയാ നിനക്ക് തല്ലാൻ തോന്നുന്നുണ്ടോ? തല്ലടാ. കായില താത്തോ കേട്ടടാ തല മോനെ. ഇത് ഏത് ഭാഷ? മാങ്ങത്തലയുടെ മോന്തയും വെച്ചോർത്തവന്മാര് വരും. ഒരുത്തനെ കെട്ടിയിട്ടിരിക്കുന്നതാടാ നിന്റെ കാണത്തം. എന്റെ പൊന്നടി, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. നീ ഒരു ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഈ ഫീൽഡിൽ പിടിച്ചേക്കും? തൊന്തയ്ക്ക് പിറന്നവനാണ് കെട്ടിയിരിക്കണ. എന്തായാലും ശ്വാസം വിടാൻ പറ്റുള്ളൂ. മതിയാക്ക്, കുറെ നേരം ഈ നാടകം. പക്കത്തിൽ വന്ന് പായലാണ് പാക്കറിയാ. അവസാനം തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുന് ഇനിയും ജീവിതം ബാക്കി. സാറിന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കുന്നു. സാറെ കലക്കിയിരിക്കുന്നു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.